നമസ്കാരം. ബംഗാൾ ദീദിയുടെ കള്ളങ്ങൾ പൊളിച്ചടുക്കി കേന്ദ്രമന്ത്രിമാർ. നീതി ആയോഗ് യോഗത്തിനിടെ മൈക്ക് ഓഫാക്കിയെന്നും സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറയുന്നതിനും വേണം കുറച്ച് ഉളുപ്പ്. മമതയ്ക്കെതിരെ ഇപ്പോൾ പൊതിരെ തല്ലിക്കൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നീതി ആയോഗ് യോഗത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇറങ്ങി ഓടിയ മമതാ ബാനർജി ഘോരഘോരം പ്രധാനമന്ത്രിക്കെതിരെ പ്രസംഗിക്കാനുള്ള വേദിയാക്കി നീതി ആയോഗിനെ മാറ്റിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. മൈക്കിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമായിരുന്നു അതെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെന്നും മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല എന്നും മമത പച്ചക്കള്ളമാണ് പറയുന്നതെന്നും അടക്കം വീഡിയോ പുറത്തു വന്നതോടെ കേന്ദ്രമന്ത്രിമാരെല്ലാവരും തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും രംഗത്ത് വന്നതോടെ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് ദീദിക്ക്. ഇന്ത്യ സഖ്യത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മമതയുടെ ഈ ശ്രമങ്ങളെന്നും നിർമ്മലാ സീതാരാമൻ ആരോപിച്ചു. നീതി ആയോഗ് യോഗത്തിൽ മമതാ ബാനർജിയോടുണ്ടായ സമീപനം അംഗീകരിക്കാനാകില്ല എന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ വിമർശനത്തിന് മറുപടി നൽകുകയായിരുന്നു. മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും പ്രതിപക്ഷ സഖ്യത്തിലെ നേതാക്കളെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവരുടെ ഇപ്പോഴത്തെ ഈ കള്ളശ്രമങ്ങളെന്നും നിർമ്മലാ സീതാരാമൻ പരിഹസിച്ചു. മമതാ ബാനർജി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അവർക്ക് സംസാരിക്കാനായി സമയം അനുവദിച്ചുവെന്നും മൈക്ക് ഓഫ് ആക്കിയിട്ടില്ല എന്നും നിർമ്മലാ സീതാരാമൻ അടിവരയിട്ട് പറഞ്ഞു. ജയറാം രമേശ്, നിങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കേട്ടതാണ്. അവർക്കായി അനുവദിച്ച മുഴുവൻ സമയവും അവർ സംസാരിച്ചു കഴിഞ്ഞു. ഓരോരുത്തർക്കും മുന്നിലുള്ള സ്ക്രീനുകളിൽ സമയം കാണിക്കുന്നുണ്ടായിരുന്നു. ചില മുഖ്യമന്ത്രിമാർ അനുവദിച്ചതിലും അധികം സമയം സംസാരിച്ചിരുന്നു. അവർ ആവശ്യപ്പെട്ടത് കൊണ്ട് അവർക്ക് കൂടുതൽ സമയം നൽകി, അല്ലാതെ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല. മമതയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ്, കള്ളമാണ്. അവർ യോഗത്തിൽ പങ്കെടുത്തു എന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ബംഗാളിനും മുഴുവൻ പ്രതിപക്ഷത്തിനും വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അവർ പറയുന്ന കാര്യങ്ങളോട് തനിക്ക് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ യോഗത്തിന് പുറത്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നത്, അതായത് പച്ചക്കള്ളങ്ങൾ പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ല എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. കാരണം ഇന്ത്യ സഖ്യത്തെ സന്തോഷിപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും നടത്തുന്നതെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുകയാണ്. സംസാരിക്കുന്നതിനിടെ മൈക്ക് ഓഫ് ചെയ്തുവെന്ന മമതയുടെ ആരോപണങ്ങൾ നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യവും തള്ളിയിട്ടുണ്ട്. ഓരോ മുഖ്യമന്ത്രിമാർക്കും തുല്യ സമയം അനുവദിച്ചിരുന്നുവെന്നും അതിൽ കൂടുതൽ സംസാരിച്ചിട്ടും മൈക്ക് ഓഫ് ചെയ്തിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയ്ക്ക് മുൻപ് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് മമതാ ബാനർജി അഭ്യർത്ഥിച്ചിരുന്നു. ഞങ്ങൾ അത് അംഗീകരിച്ചു. സാധാരണ നിലയിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് തുടങ്ങിയ അക്ഷരമാല ക്രമത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾക്ക് സംസാരിക്കാനുള്ള അവസരവും സമയവും നൽകുന്നത്. എന്നാൽ ഗുജറാത്ത് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന് മുൻപായി തന്നെ മമതാ ബാനർജിക്ക് സംസാരിക്കാനും അവസരം നൽകിയിരുന്നു. ഓരോരുത്തർക്ക് 7 മിനിറ്റ് വീതമാണ് സമയം അനുവദിച്ചത്. ഈ സമയം തീർന്നിട്ടും അവർ കൂടുതൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ബഹുമാനത്തോടെ അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ടും മറിച്ചൊരു പരാമർശം നടത്തിയത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്നും നാണക്കേടാണെന്നുമാണ് കേന്ദ്രമന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മമതാ ബാനർജിയുടെ ഈ ഒരു നീക്കത്തെ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ പാടില്ലാത്ത പച്ചക്കള്ളങ്ങൾ വീണ്ടും കേന്ദ്ര സർക്കാരിനെതിരെ ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർഭാഗ്യകരമായ കാര്യം തന്നെയാണ്.